ശരി, താജ് ആലുവ കൂടി ചേരുന്നുണ്ട്. ശ്രീ താജ്, നാളെ ഇറാൻ പങ്കെടുക്കും ഇതിൽ ചർച്ചയിൽ എന്നുള്ളതാണ്. ഹമാസുമായിട്ടുള്ള ഈ മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ നമുക്കറിയാം ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളമൊക്കെ ഇറാൻ ആക്രമിച്ചൊരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും അതിലുള്ള അഭിപ്രായങ്ങൾ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി ചർച്ചയാകില്ലേ? ഇറാൻ കൂടി പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് ഏത് തരത്തിലായിരിക്കും ലോകരാജ്യങ്ങൾ അതിനെ നോക്കിക്കാണുന്നത്? ഇന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയുമായിട്ട് ഖത്തർ പ്രധാനമന്ത്രി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിലും സ്വാഭാവികമായിട്ടും ഇറാൻ ഖത്തറിനോടൊപ്പമാണ്, ഖത്തറിനോടുള്ള ഐക്യദാർഢ്യം ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ ഇറാന്റെ ആക്രമണത്തെ അമേരിക്കൻ ബേസ് ആക്രമിച്ചതിനെ വളരെ കൃത്യമായി നേരത്തെ മുൻകൂട്ടി അറിയിച്ച് നടത്തിയ ഒരു ആക്രമണം. അത് ഖത്തറിന് നേരെയല്ല, മറിച്ച് അമേരിക്കയ്ക്ക് നേരെയാണ്. അമേരിക്കയെ കൂടി അറിയിച്ചും കൊണ്ട് നടത്തിയ ഒരു ആക്രമണമാണ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രതീകാത്മക നടപടിയായിരുന്നു. പ്രത്യേകിച്ച് ഇറാനിൽ അമേരിക്ക നടത്തിയതും ഒരു പ്രതീകാത്മക നടപടിയായിരുന്നു. അതും നേരത്തെ തന്നെ മുൻകൂട്ടി അറിയിച്ചിട്ടുള്ള ഒരു നടപടിയായിരുന്നു എന്ന് നമുക്കിപ്പോ വളരെ വ്യക്തമായി മനസ്സിലാവുന്നു. കാരണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ പരിക്കൊന്നും പറ്റിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ ഒരു സന്ദർഭത്തിൽ ഇറാന്റെ പ്രഖ്യാപിത നിലപാട് തങ്ങൾ ഖത്തറിനോടൊപ്പമാണ് എന്നത് തന്നെയാണ്. ഇപ്പോ നമ്മളിപ്പോ കാണുന്നത് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഒരു ഉച്ചകോടിയാണ്. സ്വാഭാവികമായിട്ടും തുർക്കിക്കും ഇറാനും ഒക്കെ വളരെ ശക്തമായ പങ്കുള്ള ഒരു ഉച്ചകോടി തന്നെയാണ് ഇത്. തുർക്കി ഈ വിഷയത്തിൽ തുർക്കി വിദേശകാര്യമന്ത്രി കാര്യമായ പ്രസ്താവനകൾ ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പ്രസ്താവനകൾ കണ്ടുവരുന്നുണ്ട്. ഈ ഒരു സൂചന, അതായത് ഇത്രയും ഐക്യത്തോടുകൂടി അറബ് മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ച് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഖത്തറിൽ ഒത്തുചേരുന്നതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ്. നാളത്തെ മീറ്റിംഗിന് ശേഷം വരുന്ന പ്രഖ്യാപനങ്ങളോ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇസ്രായേലിനെതിരെ നടത്തുന്ന ഒരു പ്രസ്താവനയോ അവിടെയല്ല നമ്മൾ അതിനെ കാണേണ്ടത്. കാരണം ഈ അടച്ചിട്ട മുറിയിൽ നടക്കുന്ന ചർച്ചകളുടെ വിശദാംശങ്ങൾ നാളത്തെ ഒരൊറ്റ പ്രസ്താവനയിൽ നമുക്ക് പുറത്തു വരിക അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക സാധ്യമല്ല. സ്വാഭാവികമായി ഇപ്പോഴത്തെ ഒരു മൂഡ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ രാജ്യങ്ങളിലൊക്കെയുള്ള മൂഡ്, ജനങ്ങൾ മൊത്തത്തിൽ ജനങ്ങളുടെ ഒരു സമ്മർദ്ദം ഈ രാജ്യങ്ങളുടെ എല്ലാ നേതാക്കളുടെയും മേൽ ഉണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യമായ ഒരു പുനരാലോചന, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷമായിട്ട് പല അറബ് മുസ്ലിം രാജ്യങ്ങളും നിസ്സംഗതയിലായിരുന്നു. ഗസയിൽ ഇത്ര ശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്തുമ്പോൾ, സിവിലിയൻസിനെ കൊന്നൊടുക്കുമ്പോൾ, അതുപോലെ ജനങ്ങളെ പട്ടിണിക്കിടുമ്പോ, എല്ലാ പത്രക്കാരെയും മെഡിക്കൽ പ്രവർത്തകരെയും അന്താരാഷ്ട്ര സന്നദ്ധ പ്രവർത്തകരെയും ഒക്കെ ആക്രമിക്കുമ്പോൾ പല രാജ്യങ്ങളും നിശബ്ദതയിലായിരുന്നു. ആ നിശബ്ദതയ്ക്ക് കൊടുക്കേണ്ടി വന്ന വിലയാണ് വാസ്തവത്തിൽ ഖത്തർ ആക്രമണം എന്ന അർത്ഥത്തിലുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി നിശബ്ദതയും നിസ്സംഗതയും സഹിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് അത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോവുക സാധ്യമല്ല. മറിച്ച് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന ഒരു നിലപാടിലേക്ക് ഈ രാജ്യങ്ങളെയൊക്കെ ഈ ഒരു സാഹചര്യം, ഖത്തറിനെതിരായിട്ട് ഉണ്ടായിട്ടുള്ള ആക്രമണം എത്തിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള നിലപാടുകൾ എടുക്കുമോ എന്നതാണ് അവിടുത്തെ ഓരോ ജനങ്ങളും ഓരോരുത്തരും ഉറ്റുനോക്കുന്നത്. ആ അർത്ഥത്തിൽ ഇസ്രായേലിനെ കടിഞ്ഞാനിടാൻ, ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിക്ക് വേണ്ടി എല്ലാ മര്യാദകളെയും ലംഘിക്കുന്ന ഇസ്രായേലിന് കടിഞ്ഞാനിടാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ ക്രിയാത്മകമായ നിലപാടുകൾ ഈ രാജ്യങ്ങളിൽ നിന്നുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഈ ഉച്ചകോടി അതിനു പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കും. പക്ഷെ നാളത്തെ പ്രസ്താവനയിൽ നമുക്ക് ആ അർത്ഥത്തിൽ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ആക്ഷൻ, ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ നമുക്ക് കാണുക ഒരു പക്ഷെ സാധ്യമാവില്ല. അതേ സന്ദർഭത്തിൽ ഉറപ്പാണ് ഈ നിർണായക സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചരിത്രപരമായ ഒരു ഉച്ചകോടി തന്നെ ആക്കി ഇതിനെ മാറ്റാനും വളരെ കാര്യമാത്ര പ്രസക്തമായ നിലപാടുകളിലേക്ക് എത്താനും ഈ രാജ്യങ്ങൾ തീർച്ചയായിട്ടും മുതിരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഈ വിശാല ഇസ്രായേലിലേക്കുള്ള നിലപാടുകൾ, അവരുടെ ആക്രമണങ്ങൾ ഇനിയും അവർ തുടരും. ഏത് രാജ്യത്തെയും ഏത് സമയത്തും ആക്രമിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്യും എന്നത് അതിന്റെ ഒരു മറുവശമാണ്. താങ്ക് യു ശ്രീ താജ് ആലുവ.